ഇതെനിക്കുള്ളതായിരിക്കും. ഇത് കുടിക്കാനേ ഇവിടെ കുറെ ആണുങ്ങളുണ്ട്. എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല. അതൊരു ചെണി കണ്ടില്ലേ, കുത്തുവെച്ചൊന്നുമില്ലണ്ടല്ലോ. പാവല്ലേ ആ ചായ അങ്ങ് കൊടുത്തേക്ക്. പാവല്ലേ ചായ അങ്ങോട്ട് കൊടുത്തു. ചെറുപ്പക്കാരെ ആമ്പിള്ളാരെ കാണുമ്പോ അവിടെ ഒരു പോയനെ പറഞ്ഞത്. അശനോട് ഓത്തിന് ചാപ്പാടിച്ചെന്ന് പറഞ്ഞിരിക്കല്ലേ, ഇതൊന്ന് നയം ചെയ്തേക്ക്. എനിക്കൊന്ന് കറങ്ങാൻ പോകാനുള്ളതാണേ, നന്നായിട്ട്. കാപ്പി റെഡി. കാപ്പി കിട്ടാതെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം എനിക്കറിയാം. ഏത് നാടക ട്രൂപ്പിനാ വന്നത്? നാടക ട്രൂപ്പോ? കുട്ടി എന്താ അനാവശ്യമായി പറയുന്നത്? ഞാൻ നാടകം കണ്ടിട്ട് പോലുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സിനിമയിൽ എങ്ങനെ ശ്രമിച്ചൂടെ? പേരെന്താ പറഞ്ഞത്? സിന്ധു. നല്ല പേര്. സിന്ധു, ഞാൻ സിനിമയിൽ നായകനായി അഭിനയിക്കുമ്പോ സിന്ധു ആയിരിക്കും എന്റെ നായിക. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. ഇതിലെന്താ അറിയാതിരിക്കുന്നത്? ജീവിതം പോലെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സിന്ധുവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമാണെന്ന് വെച്ചോ. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ. എന്താണോ ഇത്? എന്ത് ഇതെന്താണല്ലോ? അയ്യോ, ഇതെന്താ പാന്റ് ഷർട്ട് ഇങ്ങനെ? ഓ, പുതിയ ഫാഷൻ ആയിരിക്കും അല്ലേ? എങ്ങനെയാണോ തേക്കുന്നത്? തേച്ചത് ശരിയായില്ലല്ലേ? സരസേട്ടൻ ഇപ്പൊ അസല് സരസുഖാൻ തന്നെ. എന്തൊരു ഭംഗി. താങ്ക് യു. അല്ലെങ്കിൽ അദ്യുതിയെഴുന്ന അമരർഷിമാർക്ക് ഉല്ലപ്രകാശമിയലും ബലിപുഷ്പമായി സ്വർലോകവും സകല സംഗമവും കട. ഇന്ന് ചേട്ടൻ നല്ല സ്റ്റൈലിലാണല്ലോ. വയസ്സുകാലത്ത് എന്ത് സ്റ്റൈലാ? ഇപ്പൊ ചേട്ടനെ കണ്ടാൽ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ. മനസ്സിന്റെ സന്തോഷമാ പ്രഭാകര എല്ലാറ്റിലും വലുത്. അത് ശരിയാ. ഞാനിപ്പോ അതീവ സന്തോഷനാ. എന്താ അങ്ങനെ? എന്റെ മരുമൻ വന്നില്ലേ, ഇനിയിപ്പോ വലിയ താമസമില്ലാതെ എന്റെ മോള് ഇങ്ങി വരും. എങ്ങനെയുണ്ട് എന്റെ മരുമൻ? അത് പിന്നെ പറയാനുണ്ടോ, മിടുക്കനല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എന്തൊരു വിനയം, എന്തൊരു അനുസരണ, പറയുന്നതല്ല അതുപോലെ കേൾക്കുക. ആളൊരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള തമാശ. പറയുന്നത് തമാശയാണോ കാര്യമാണോ തിരിച്ചറിയാൻ പറ്റില്ല. എന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞു, എല്ലാം ശോഭയെ പറ്റി തന്നെ. കുറച്ചു മുമ്പേ എന്നോടൊന്ന് പറയാ, നമ്മുടെ പരമേശ്വരൻ നായർ തട്ടിപ്പോയിന്ന്. ഞാനങ്ങ് വിശ്വസിച്ചു. അതുപോലെ ചിലപ്പോ ചേട്ടന്റെ അടുത്ത് വന്ന് പറയും, ചിലരൊക്കെ മരിച്ചു ജീവിച്ചു മരിച്ചു ജീവിച്ചു. ഈ കുടുംബ മഹിമെന്നൊക്കെ പറയുന്നില്ലേ, അത് അവന്റെ മുഖത്തുണ്ട്. പിന്നെ അത് കണ്ടറിഞ്ഞൂടെ? എന്റെ ബലമായ സംശയം മഹാദേവന്റെ പൂർവികര് ഇപ്പൊ രാജകുടുംബത്തിൽ പറഞ്ഞവരാണെന്ന്. മഹാദേവന്റെ കാര്യം പറഞ്ഞപ്പോ നാം എടുത്തതേ ഉള്ളൂ. നേരാ, 100 ആയുസ്സാ. മോനെ, നിന്നെ എന്റെ മരുമനായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് കേട്ടോ പ്രഭാകര. ഇപ്പൊ എനിക്ക് എന്റെ മോളെ കാണാനുള്ള ആഗ്രഹം കൂടിയോ എന്നൊരു സംശയം. ഞാനേ നിങ്ങൾക്ക് 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ ഇനി നേഴ്സിംഗിന് അയക്കരുത്. മഹാദേവന് ചേട്ടനോട് പറയാനുള്ളൊരു മടിയുണ്ടാ. കുട്ടിക്കാലം മുതലേ ശോഭയുടെ ഒരു ആഗ്രഹം നെഴ്സാവുക. അപ്പൊ കല്യാണം കഴിച്ച ശേഷം മഹാദേവനോട് എപ്പോഴും പറയും, എന്നെ ഒരു നെഴ്സാക്കൂ ചേട്ടാ, എന്നെ ഒരു നെഴ്സാക്കൂ ചേട്ടാ. എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛനോട് മാത്രമായിട്ട് പറഞ്ഞോളൂ. അതിനിപ്പോ എന്താ? മോൻ പറഞ്ഞു. എന്നോട് പറയുന്നതും പ്രഭാകരനോട് പറയുന്നതും ഒരുപോലെ. ഞാനും പ്രഭാകരൻ തമ്മിൽ എന്താ വ്യത്യാസം? ഇയാൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ഇയാളെ തട്ടേണ്ടി വരും. മോനെന്താ മടിച്ചു നിൽക്കുന്നത്? ഇനി ആരോ മരിച്ചുപോയി എന്ന് തമാശ പൊട്ടിക്കാനുള്ള പരിപാടിയാ. ഞാൻ പറയാൻ വന്നത് തമാശയായിട്ട് മേനോൻ സാർ തന്നെ പറഞ്ഞ് ഒരു മരണത്തിന്റെ കാര്യമായിരുന്നു. വരട്ടെ. വരണം. എങ്ങനെയുണ്ട് തമാശ? പ്രഭാകരൻ പറഞ്ഞ സത്യമാ. പറഞ്ഞോ.
വല്യച്ഛ മോനെ, നിന്നെ എന്റെ മരുമോനായി കിട്ടിയത് എന്റെ ഭാഗ്യ. ശോഭയുടെ ഭർത്താവ് വന്നെന്നറിഞ്ഞപ്പോ സന്തോഷായി. മഹാദേവൻ പറഞ്ഞപ്പോഴാണ് ശോഭ മരിച്ചുപോയി എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. പക്ഷേ അക്കാര്യം ശോഭയുടെ അച്ഛനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വേറെ ഇവിടെ ഇത് ഒരുപാടൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെടികൾക്ക് വെള്ളം അടിക്കായിരിക്കും അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ഭംഗി. ചെടിക്കോ അതോ എനിക്കോ? രണ്ടിനും. എനിക്ക് ഈ വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ്. സസ്യങ്ങളോട് ഇഷ്ടമുള്ള ഒരൊറ്റ പെൺകുട്ടിയെയും എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഇപ്പം കണ്ടത്. അയ്യേ, കുട്ടിക്ക് ശരിക്കും ചെടി നനയ്ക്കാനേ അറിഞ്ഞൂടാ. ഇതിന് സാങ്കേതിക വശമുണ്ട്. ടെക്നിക് ഓഫ് വാട്ടറിംഗ് ഓഫ് പ്ലാന്റ്. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. ശരിക്കും നനഞ്ഞില്ലെങ്കിലേ ഓസ്മോസിസ് നടക്കൂല. ഇങ്ങനെ ഇങ്ങനെ വീശി 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 വീശി. എന്താ കാര്യം? വിടാനോ? എന്താ കാര്യം? എന്റെ പെങ്ങളുടെ ചാരിത്രം നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? കയ്യിലൊന്നും തൊട്ടൊന്നും വിചാരിച്ചെങ്ങനെ ചാരിത്രം നശിക്കുന്നത്? അമ്മാവനോട് ശോഭ മരിച്ചു എന്ന് രണ്ട് വാക്ക് പറയാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അല്ലാതെ എന്റെ പെങ്ങളെ വഴിതെറ്റിക്കാനല്ല. ഇല്ല, നിന്റെ പെങ്ങളെ പ്രേമിക്കരുത്, തുടരുന്നൊന്നും എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കോപ്പ് ഇപ്പൊ ഞാൻ പറയാം. മേലിൽ എന്റെ പെങ്ങന്മാരോട് നീ സംസാരിക്കരുത്. അത്രയല്ലേ ഉള്ളൂ. പ്രവർത്തിക്കാമല്ലോ. എന്താ എന്താ അവിടെ ബഹളം? അയ്യോ, ചുമ്മാ എടാ, നിന്നെ വലിയേട്ടൻ വിളിക്കുന്നു. എല്ലാം വരച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണില്ലേ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഇന്ന് വലിയേട്ടന്റെ മുമ്പിൽ വെച്ചവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നാളെ തൊട്ട് അവന്റെ ചിങ്കിടി പണിയൊക്കെ ഞാൻ ചെയ്യണോന്ന്. ഞാനെന്താ അവന്റെ വേലക്കാരിയോ? ചക്രവർത്തി അവനങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചവിട്ടി അവിടെ നാട് കലക്കാം. അച്ഛാ, എന്താടാ കലക്കട്ടേടാ? കലക്കണം. അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ അച്ഛൻ ഞെട്ടു. ഞെട്ടുന്ന വർത്തമാനം പറയാതിരുന്നാ മതി. അവൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ഛൻ ഉടനെ തന്നെ ഒരു മുത്തച്ഛനാകും. സന്തോഷിക്കാതെ കേട്ടത്. ഒരു മുത്തച്ഛനല്ല, 2 മുത്തച്ഛനാകും. സിന്ധുവും മാളവും അവന്റെ ലൈനിൽ കുടുങ്ങി. തോക്കടിക്കുന്നതിന് മുമ്പ് പീസൂരാൻ നോക്കൂ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ചക്രവർത്തി വിടാനേ പറഞ്ഞു. അവിവേകം കാണിക്കരുത്.